മോളെടുത്ത് പോവുകയാണ്. അപ്പം മോളെടുത്ത് പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഇതാ മോനിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇറക്കുകയാണ്. കണ്ട റോഡ് ഫുള്ള് വെള്ളമാണ്, കണ്ടില്ലേ? ആ കാണുന്നതൊക്കെ റോഡിൽ വെള്ളമാണ്. മഴ പെയ്തിട്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇപ്പം ഒന്ന് അറിയതേ ഉള്ളൂ. അപ്പോൾ വരുന്ന വഴിക്കൊന്നും അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ സ്കൂൾ ഗേറ്റും ഉള്ളിലേക്ക് വരുന്ന എൻട്രിയൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചു തരണം, അതൊന്നും എടുത്തില്ല. സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം കുറേ പ്രാവശ്യം അതൊക്കെ ഇട്ടതാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ ചെന്ന് മോളെ കൂട്ടിയിട്ട് വന്ന് അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു, കാരണം ഉച്ചയൂണ് കഴിഞ്ഞിട്ട് അവരെല്ലാം ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് അവിടെ വീഡിയോ എടുക്കണ്ടല്ലോ, പിള്ളേരെല്ലാം ഉറങ്ങുകയാണ്. അവരുടെ മോളുടെ 2-3 ഫ്രണ്ട്സ് മാത്രമേ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താണ് സ്പെഷ്യൽ സാധനം. അപ്പോൾ ഇതല്ല. അപ്പോൾ ഞാൻ രാത്രി എള്ളുണ്ട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എള്ളുണ്ടയും കൊണ്ടുവന്ന് അവിടെ കൂട്ടുകാരികൾക്ക് കുറച്ച് പേർക്കെല്ലാം കൊടുത്തു, ബാക്കി അവരുണ്ട്. അപ്പോൾ അവർ ഉറങ്ങുന്നത് കാരണം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് മോളെയും കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. എന്താണ് സ്പെഷ്യൽ സാധനം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സ്പെഷ്യലാണ്. എള്ളുണ്ടയല്ല, സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ്. ഹോസ്റ്റലിലെ പിള്ളേർക്ക് പൊതിച്ചോറൊക്കെ കിട്ടിയാൽ എങ്ങനെയായിരിക്കും? പൊതിച്ചോറും കൊണ്ടാണ് വന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വെക്കാൻ ഒന്ന് പോയി കാണണം. സാധാരണ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ വന്നിട്ടാണ് ഇരുന്ന് കഴിക്കാറ്, അതുകൊണ്ടാണ് ഇവിടുന്ന് തുറന്ന് നോക്കിയത്. പക്ഷേ ഇപ്പോൾ മോള് കഴിക്കുന്നില്ല. മോളെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് എക്സ്ട്രാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചോറ്. അപ്പോൾ അവർ എല്ലാവരും അവിടെ നിന്ന് കഴിച്ചോളാം, ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് തുറന്ന് നോക്കി അതുപോലെ തന്നെ മടക്കിയെടുത്ത് വെച്ചു. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കളിയാക്കുകയാണ്, ഇത് തുറന്ന് നോക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്നും ചോദിച്ച് ശരിക്കും. നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നു. ഇവിടുത്തെ അമ്പലമാണ്. കണ്ടോ, അമ്പലം അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ മോള് പൊതിച്ചോറ് ഉണ്ടാക്കിയത് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് ലേറ്റായി. പൊതിച്ചോറിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരതൊന്ന് പോയി കാണണം. അപ്പോൾ ഞാൻ ഒന്ന് ചുമ്മാ തുറന്ന് നോക്കിയെന്നേ ഉള്ളൂ. അത് അവർ പിന്നെ കഴിച്ചോളാം പറഞ്ഞു, കാരണം ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. ഞാൻ വേറെ 2 പൊതിച്ചോറ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവരൊരു 4-5 പിള്ളേർ ചേർന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ മോളെ കുറേ ദിവസമായി ഞാൻ എള്ളുണ്ടി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കാത്തത്. ഇന്നലെ ഞാൻ എള്ളുണ്ട ഉണ്ടാക്കി രാത്രി. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നു. കുറേ പേർക്ക് കൊടുത്തു, അതാണ് അതിലില്ലാത്ത. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടോ? അമ്പലത്തിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ട്, ഇവിടെ മരങ്ങളൊക്കെ നമുക്ക് എന്ത് ഭംഗി അറിയോ, കണ്ടോ? ഇവിടെ നല്ല രസമാണ് ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇതാണ് അമ്പലത്തിൻ്റെ ഇത് കാണുന്നുണ്ടോ? ഞാനിത് അമ്പലത്തിൻ്റെ അവിടെ ഫുള്ള് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും വീഡിയോ എടുക്കാതെ, എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അമ്പലത്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണേലും ഞാൻ വെക്കാം. അതിൻ്റെ ഇടയിൽ മോൻ്റെ ഡ്രോൺ ക്യാമറ കൊണ്ടുവന്ന് അത് പറത്താൻ നോക്കുകയാണ്. പക്ഷെ അത് പറക്കുന്നില്ല. മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, പക്ഷെ അത് പറക്കുന്നില്ല. അതിൻ്റെ ചാർജ് ഇല്ലായിരുന്നു, ചാർജ് തീർന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ള ഫോട്ടോസും ഷോർട്ടിൻ്റെ ഇതൊക്കെ നമ്മൾ 2 പേരും കൂടി, മോളും ഞാനും കൂടി എടുത്തു. ആ വീഡിയോ ഉടനെ ഞാൻ വിടാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. എൻ്റെ മൊബൈൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. നമ്മളെപ്പോൾ വന്നാലും ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് വന്നിരുന്നിട്ടാണ് വർത്താനമൊക്കെ പറയലും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാണ് നമ്മൾ കഴിക്കുക. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. പൊതിച്ചോറൊക്കെ തുറന്ന് നോക്കിയതേ ഉള്ളൂ, അവർ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോവുകയാണ്. പിള്ളേരെല്ലാം അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. കുട്ടികളൊക്കെ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോവുകയാണ്.
ഇതാ കുട്ടികളൊക്കെ അമ്പലത്തിലേക്ക് പോകുകയാണ് സന്ധ്യ വൈകുന്നേരം. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ പൊതിച്ചോറ് കൊണ്ടുവന്ന് ഇവിടുന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. അത് സാറില്ല. പൊതിച്ചോറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് തുറന്നൊക്കെ നോക്കി. അപ്പോൾ റൂമിൽ പോയിട്ട് അവർ പിള്ളേരെല്ലാവരും കൂടി കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് ഞാൻ 2 കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ. ഇതാ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അവർക്കും മാളൂനും പോകാൻ സമയമായി, കോച്ചിങ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ പോയാൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഓക്കേ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലൊരു അടിപൊളിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും. അപ്പോൾ ഇതാ മോളെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓക്കേ, ബൈ.